Meet the editors. ചോദ്യം ഇതാണ്, തന്ത്രങ്ങൾ പൊളിഞ്ഞു. പി ആർ സുനിൽ ഉരുളുക എന്ന് കേട്ടിട്ടുണ്ട്, വീണ്ടെടുത്ത് കിടന്ന് ഉരുളുക എന്ന് കേട്ടിട്ടുണ്ട്, വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ട് വീണ്ടും എണീറ്റ് വീണ്ടും വീണ്ടും ഉരുളുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ബൈറ്റുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ നേതാക്കൾക്കെല്ലാം ഇത് എന്തു പറ്റി? ഇന്നലെ ഒന്ന് പറയുന്നു, ഇന്ന് വന്നത് തള്ളി പറയുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നു ഇത് യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല. യു ഡി എഫ് കൺവീനർ പറയുന്നു മുന്നോട്ട് പോകും. ഇന്ന് കൺവീനർ എന്ന് പറയുന്നു മുന്നോട്ട് പോകില്ല. യു ഡി എഫിൻ്റെ തന്നെ 2 MP കേന്ദ്രത്തിൽ നിന്ന് ഭേഷായിട്ട് കൃത്യതയോടുകൂടി 2 ഉത്തരങ്ങൾ വാങ്ങിച്ചു പിടിക്കുന്നു. കേരളം PMCയിൽ ഒപ്പിട്ടിട്ടില്ല, കേരളം PMCയുടെ പൈസ കൈപ്പറ്റിയിട്ടുമില്ല. ഇത് യു ഡി എഫിന് ഇതെന്ത് സംഭവിച്ചു എന്നാണ്? തന്ത്രങ്ങൾ പൊളിഞ്ഞു. ഈ ഉരുണ്ടുരുണ്ട് എവിടെ പോകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിലെത്തിയത്, മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഈ സർക്കാർ അധികാരത്തിലെത്തിയത് മെയ് 18-ാം തീയതിയാണ്. ഇന്ന് ഏതാണ്ട് 2.5 മാസം തികയുകയാണ്. അപ്പോൾ PM ശ്രീയോടുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെ നിലപാട് എന്താണ് എന്ന് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയത്. അപ്പോൾ PM ശ്രീക്കെതിരായിരുന്നു ഈ സർക്കാരിൻ്റെ നിലപാട്. അധികാരത്തിലെത്തിയ ശേഷം PM ശ്രീ നയപരമായി രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നടപ്പാക്കാനാകില്ല എന്ന് ഏതെങ്കിലും ഒരു ദിവസം ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി അങ്ങനെ ആ PM ശ്രീ നടപ്പാക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ ഒരു തവണയെങ്കിലും ഒരു കത്ത് വഴിയെങ്കിലും ഇതുവരെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കത്തയച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഒരു കത്തയക്കുക, നോക്കൂ PM ശ്രീ ഞങ്ങൾക്ക് നടപ്പാക്കാനാകില്ല, ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്, PM ശ്രീ ഞങ്ങൾ നടപ്പാക്കില്ല. കേന്ദ്ര സർക്കാരിന് ഒരു കത്തയക്കാമല്ലോ. ഇതുവരെ ഒരു കത്തയച്ചോ? ഇല്ല. അപ്പോൾ ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പുതിയ സർക്കാരിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതെങ്ങനെ നടപ്പാക്കും? നേരിട്ട് നടപ്പാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതൊക്കെ തിരിച്ചു പറഞ്ഞു എന്നാകും, രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ, ലീഗ് നേതാക്കളൊക്കെ തന്നെ ആവർത്തിച്ച് പറയുകയാണ്, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് നടപ്പാക്കിയേ പറ്റൂ, ഞങ്ങൾക്ക് പിന്മാറാനാകില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ അബ്ദുൾ വഹാബ്, നമ്മുടെ രാജ്യസഭാ അംഗം, വലിയൊരു സഹായം ചെയ്തത്. ആ സഹായമാണ് ഇന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൗധരി വളരെ കൃത്യമായി പറഞ്ഞു. അത്ര വലിയ സഹായം ആരും ചെയ്തിട്ടുണ്ടാവില്ല. വളരെ കൃത്യമായി ഇന്ന് രാജ്യസഭയിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൗധരി വളരെ കൃത്യമായി വ്യക്തമാക്കി, PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഇനി ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നൊന്നുമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാനം എങ്ങനെയാണ് പറയുന്നത്? Therefore, the state that do not sign the MOU or withdraw from the scheme stand to miss out these benefit. എന്താണ് PM ശ്രീ സ്കീമുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ്? അത് മോളിൽ പറയുന്നുണ്ട്. ഈ PM ശ്രീ പദ്ധതിയിൽ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ബെനിഫിറ്റ് കേരളത്തിന് വേണ്ട. RSS ഒളിച്ചു കടത്തുന്നു എന്ന് ഈ ലീഗും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSSൻ്റെ വിദ്യാഭ്യാസ നയം അത് കേരളത്തിന് വേണ്ട. അപ്പോൾ ആ ബെനിഫിറ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ബെനിഫിറ്റ് വേണ്ടല്ലോ, പിന്മാറുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആകെ പ്രശ്നം എന്ന് പറയുന്നത് ആ ബെനിഫിറ്റ് വേണ്ടല്ലോ കേരളത്തിന്. അപ്പോൾ ഇവിടെ നിലപാടെടുക്കേണ്ടത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്, UDFുമാണ്. ഇതാ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ MOUയിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്നു. ആ ഒപ്പുവെച്ചതിന് ശേഷം ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല എന്നൊരു സാഹചര്യമില്ല. കേരളത്തിന് വേണമെങ്കിൽ പിന്മാറാം. കേരളത്തിൽ ഇതിനകം തന്നെ പിന്മാറിയിട്ടുണ്ട്. കേരളം ഇത് നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരളം അത് നടപ്പാക്കുന്നില്ല, ഇനി പിന്മാറിയാൽ തന്നെ ഒരു കുഴപ്പവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി പാർലമെൻറ്റിനെയാണ്, തെരുവിലല്ല, പാർലമെൻറ്റിനെ, ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തു പോകുന്ന MP ഇരിക്കുന്ന രാജ്യസഭയിലെയും ലോക്സഭയിലെയും MP ഇരിക്കുന്ന പാർലമെൻറ്റിനെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് PM ശ്രീയിൽ നിന്ന് പിന്മാറാനാകില്ല എന്നുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഇതാ നിലപാട് ഇവിടെ പൊളിഞ്ഞു വീഴുന്നു. ഇപ്പോൾ UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, ലീഗ് നേതാക്കളൊക്കെ തന്നെ ഇന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. ഈ PM ശ്രീയിൽ നിന്ന് പിന്മാറാനാകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നു ഇന്ന്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാനിപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു PM ശ്രീയിൽ ഒപ്പിട്ട് PM ശ്രീയുടെ പണം വാങ്ങിയെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു പണം വാങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. അതായത് പറഞ്ഞ വാക്ക് നേരെ വിഴുങ്ങുക, പറഞ്ഞ വാക്ക് നേരെ മറികടന്നുകൊണ്ട് വേറൊരു നിലപാട് പറയുക. കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട 2500 കോടി രൂപ കിട്ടുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ
അത് നേരിട്ട് പറഞ്ഞാൽ പോരെ, ഞങ്ങൾക്ക് 1200 കോടി രൂപ കിട്ടണം, അതുകൊണ്ട് PMC ഒപ്പിട്ടേ മതിയാകൂ, മുന്നോട്ട് പോയേ മതിയാകൂ. ഇത് തന്നെയാണ് കഴിഞ്ഞ LDF സർക്കാരും പറഞ്ഞത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെയും പ്രശ്നം ഇതാണ്. PMC ഒപ്പിടാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് SSK ഫണ്ടിൻ്റെ ഭാഗമായി കിട്ടേണ്ട 1200 കോടി രൂപ നേടിയെടുക്കുക. അന്ന് വലിയ പ്രശ്നമായി. സർക്കാർ അത് ഉപേക്ഷിച്ചു. സർക്കാർ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് തെറ്റായ നയമായിരുന്നു. കാരണം അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നില്ല, CPM-ൻ്റെ രാഷ്ട്രീയമായിരുന്നില്ല, കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് PMC പദ്ധതി മായി എങ്ങനെ ഒരു കോൺഗ്രസ് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ലീഗ് പിന്തുണയ്ക്കുന്ന, മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടുകക്ഷി സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നോക്കൂ. ഇത് രാഷ്ട്രീയമായി എത്രത്തോളം പാപ്പരത്തമാണ് UDF-ൻ്റേത്, രാഷ്ട്രീയമായി എത്രത്തോളം പാപ്പരത്തമാണ്. രാഹുൽ ഗാന്ധി PMCയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗൂഗിളിൽ നോക്കി ഈ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെ PMCയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി എടുത്ത് വായിച്ചു നോക്കണം. എന്നിട്ട് ഈ നിലപാടുമായി മുന്നോട്ട് പോകണം. ലീഗ് നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, അതായത് RSSൻ്റെ വിദ്യാഭ്യാസ നയം അത് വിദ്യാഭ്യാസ മേഖലയിലാകെ അടിച്ചേൽപ്പിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഇന്ന് ഡൽഹിയിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ വലിയ സമരം നടത്തുകയാണ്. ആ വലിയ സമരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ RSS നടത്തുന്ന കൈകടത്തലുകൾക്കെതിരെ കൂടിയാണ്. RSS നടത്തുന്ന കൈകടത്തലുകൾക്കെതിരെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഭാഷാ പഠനത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷ് പഠനത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷ് എന്നൊരു വിദേശ ഭാഷയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിദേശ ഭാഷയാണ്. വേണമെങ്കിൽ പഠിച്ചാൽ മതി ഇനിയുള്ള കാലത്ത്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാകെ മാറുന്ന ഒരു സാഹചര്യത്തിൽ, അപകടകരമായ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ കേരളത്തിൽ വേണോ എന്നത് ഇവിടെ മുസ്ലിം ലീഗ് കൂടി തീരുമാനിക്കണം. മുസ്ലിം ലീഗിനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. കാരണം ലീഗാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ലീഗിലൂടെ കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിലെ BJP സർക്കാർ, സംഘപരിവാർ സർക്കാർ ലീഗിലൂടെ കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്കും പറയാതെ കേന്ദ്ര സർക്കാർ പറയുന്നത് അനുസരിച്ച് പോകാനാണ് എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെയാണ് എന്ന ചോദ്യം കാലം നിങ്ങളോട് ചോദിക്കും എന്നുള്ളതാണ്. ഉറപ്പായും ചോദിക്കും. ഇതൊരു വലിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യം അംഗീകരിക്കാൻ ലീഗ് തയ്യാറുണ്ടോ, അതിനോട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് 2014 മുതൽ രാജ്യത്ത് നടന്നിട്ടുള്ള സംഘപരിവാർ അതിക്രമങ്ങളൊക്കെ തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, മതേതര പാർട്ടികൾ കൃത്യമായി വിലയിരുത്തണം. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യനെ പശുവിൻ്റെ പേരിൽ തല്ലിക്കൊന്ന കഥയൊക്കെ തന്നെ നമുക്കറിയാം. എത്ര പേർ 2014 മുഹമ്മദ് അഖ്ലാഖിനെ, 2015 ഖാസിയാബാദിൽ വെച്ച് മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊല്ലുന്നു. 2017 രാജസ്ഥാനിൽ ഹിഗ്ലു ഖാൻ എന്ന് പറയുന്ന മനുഷ്യനെ പശുവിനെ കടത്തി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്നു. 2017 ഹരിയാനയിൽ ജുനൈദ് ഖാനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബീഫ് കഴിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ അക്ബർ ഖാൻ 2018 രാജസ്ഥാനിലെ അൽവാറിൽ പശുവിനെ കടത്തി എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു. മുംബൈയിൽ 2014 മുഹ്സിൻ ഷെയ്ഖ് IT ജീവനക്കാരനായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ പേരിലാണ് ആ മനുഷ്യനെ അതിഭീകരമായി ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾ, നമുക്കങ്ങനെ എടുത്താൽ ഒരുപാട് മനുഷ്യർ ഈ നാട്ടിൽ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു പോരാട്ടം നിങ്ങൾ മറന്നു പോകരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയം മറന്നു പോകരുത്. ആ രാഷ്ട്രീയം മറന്നുപോയി മുന്നോട്ട് പോയാൽ ഇന്ന് BJP ദേശീയ തലത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ഇവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ തന്നെ നേരിടേണ്ടി വരും. അതുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി കൈമോശം വരാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പുതിയ കേരളത്തിലെ UDF സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പണയം വെക്കരുത്. ആ രാഷ്ട്രീയം പണയം വെച്ചുള്ള രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ഗുണം ചെയ്യില്ല. UDF-ന്റെ തന്ത്രങ്ങൾ പൊളിഞ്ഞോ PMC-യിൽ? മധു, ഇത് ഏറെക്കുറെ കുബുദ്ധിയായിരുന്നോ എന്നൊരു സംശയമാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, PMC നടപ്പിലാക്കാൻ ഉദ്ദേശമില്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണല്ലോ, ഞങ്ങൾ ഉപസമിതി തീരുമാനമനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് അവസാനം പറയുന്ന ന്യായീകരണം. ഇതിപ്പോൾ നോക്കൂ, അവരുടെ MP തന്നെ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായി നേരത്തെ PR സുനിൽ വായിച്ചു കേൾപ്പിച്ചതുപോലെ ഒന്നുകിൽ നമുക്ക് ഇതിൽ ഒപ്പുവെക്കാതെ ഇതിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ ഒപ്പുവെച്ചതിന് ശേഷം മാറാനുള്ള പ്രൊവിഷൻ കൂടിയുണ്ട്. അങ്ങനെ പ്രൊവിഷൻ ഉള്ളപ്പോൾ എന്തിനാണ് ഉപസമിതി?
അപ്പോൾ ഇതൊരു അധിക വ്യായാമമാണ് എന്നതാണ്. ഉപസമിതിയുടെ ആവശ്യമില്ല എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സമിതി രൂപീകരിക്കണമെന്നോ എന്തെങ്കിലും തരത്തിലുള്ള പഠനമോ റിപ്പോർട്ടോ സർക്കാരിന് മുന്നിൽ ശുപാർശയോ ചെന്നാൽ മാത്രമേ ഇത് ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ശരിയാകുന്നില്ല എന്ന കാര്യത്തിൽ സർക്കാരിനൊരു നിയമോപദേശമോ ശുപാർശയോ കിട്ടിയാൽ മാത്രമേ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയുള്ളൂന്ന് PMCയിൽ എവിടെയും പറയുന്നില്ല. അതിൻ്റെ ഉപാധികളിൽ എവിടെയും പറയുന്നില്ല. ആകെ പറയുന്നൊരു കാര്യം നിങ്ങൾക്കിതിൻ്റെ ബെനഫിറ്റ് കിട്ടില്ല എന്നൊരു കാര്യം മാത്രമാണ്. അപ്പോൾ അത് പിന്മാറാൻ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നിരിക്കെ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ താമസിക്കേണ്ടതില്ല. എന്തിനാണ് എങ്കിൽ പിന്മാറാനാണ് എങ്കിൽ, നടപ്പിലാക്കാനാണ് എങ്കിൽ നമുക്ക് ഉപസമിതി റിപ്പോർട്ട് വരാം. ഏതൊക്കെ സ്കൂളുകളാണ് ഇതിൻ്റെ ഗുണഫലം കിട്ടേണ്ടത് എന്നത് നമുക്ക് ഈ വർഷത്തേക്ക്, ഈ അധ്യയന വർഷം മാത്രമാണല്ലോ ഇതിന് നിലവിലുള്ളത്, ഈ വർഷത്തേക്ക് നമ്മൾ ഏതൊക്കെ സ്കൂളുകളെയാണ് ശുപാർശ ചെയ്യുന്നത്, ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനുവേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കാം. ഇങ്ങനെ പലതും ചെയ്യാം. അതിന് ഉപസമിതി റിപ്പോർട്ടോ മറ്റു പലതും ആവശ്യമായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ PMC നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നത് പറയണം. അല്ലാതെ ഈ കൺകെട്ട് വിദ്യ കാണിക്കേണ്ടതില്ല കേരളത്തിന് മുന്നിൽ എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ ഒരേ സെന്റൻസിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളിത് നടപ്പിലാക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നത്. രണ്ടാമത്തേത്, ഇത് ഒപ്പുവെച്ച് പണം വാങ്ങിയില്ലേ എന്നതാണ് ചോദിക്കുന്നത്. ഇതിലെന്താണ് നിർബന്ധിതാവസ്ഥ? നോക്കൂ, UDFന്റെ MP-മാരാണ്. UDFന്റെ MP-മാർ നൽകിയിരിക്കുന്ന, പാർലമെന്റിൽ നൽകിയിരിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി തന്നെ പറയുന്നു ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയും സർക്കാരുകൾക്ക് എന്ന്. ഇനി പിന്നോട്ട് പോകാം സർക്കാരുകൾക്ക് എന്നല്ല പറയുന്നത്, ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾക്കും ഒപ്പുവെച്ചതിന് ശേഷം മാറി നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കും. അപ്പോൾ മാറി നിൽക്കാൻ പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. നാളെ ചോദിക്കും അതിലെവിടെയാണ് അങ്ങനെ പറയുന്നത് എന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ വ്യക്തത വരുത്താൻ. നമ്മൾ ചിന്തിക്കുന്നത് ഈ വായിക്കുക മാത്രമല്ലല്ലോ, നമ്മൾ ചിന്തിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. ഇന്നലെ ഡോക്ടർ അരുൺകുമാർ ശരിയാമണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനം അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ ഒന്നും ചെയ്യാനില്ല കേന്ദ്ര സർക്കാരിന്, ആകെ പണം തരാതിരിക്കാം എന്നുള്ളത് മാത്രമാണ്. PMCയിൽ ഒപ്പുവെക്കുക വഴി നമുക്കിനി കിട്ടാനിരിക്കുന്നത് ചുരുങ്ങിയ സഹായം, ഈ പറയുന്ന സഹായം മാത്രമാണ് എന്നിരിക്കെ അതാണോ നിലപാടാണോ വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നതാണ്. UDF കൺവീനർ ഇന്നലെ UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം UDFന്റെ തീരുമാനങ്ങളല്ലേ വ്യക്തമാക്കേണ്ടത്. അല്ലെങ്കിൽ അടൂർ പ്രകാശിന് വെറുതെ വാർത്താ സമ്മേളനം വിളിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അടൂർ പ്രകാശ് UDF യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയാണ് കഴിഞ്ഞ സർക്കാർ ഇതിൽ ഒപ്പുവെച്ചതിനാൽ നമ്മൾക്കതുമായി മുന്നോട്ട് പോകണം എന്ന്. അപ്പോൾ PMCയുമായി മുന്നോട്ട് പോകും എന്ന UDF തീരുമാനം, എന്നാൽ UDFന്റെ രാഷ്ട്രീയ തീരുമാനമാണ് അപ്പോൾ മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം എനിക്ക് തോന്നുന്നു ഷംസുദ്ദീൻ അല്ല, മൂന്ന് UDF നേതാക്കളാണ് അതിൽ പങ്കെടുത്തത് ഇന്നലത്തെ UDF യോഗത്തിൽ. PK കുഞ്ഞാലിക്കുട്ടി, ഒപ്പം PMA സലാം, KP മജീദ്, ഈ 3 നേതാക്കളാണ് പങ്കെടുത്തത്. ഈ 3 നേതാക്കളും UDFൽ അത് ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നു. UDFൽ ആ വിഷയം നമുക്ക് ലീഗിനെ വിശ്വാസത്തിലെടുക്കാം. ആദ്യഘട്ടത്തിൽ UDFൽ അത് ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ UDFൽ ചർച്ചയാകാതെ എങ്ങനെയാണ് UDF തീരുമാനം എന്ന നിലയ്ക്ക് UDF യോഗത്തിന് ശേഷം അടൂർ പ്രകാശ് വാർത്താ സമ്മേളനം നടത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്ന് പറയുന്നത്? അപ്പോൾ ഒന്നുകിൽ ലീഗ് അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ UDFന് പൊതു തീരുമാനം എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസ് വെക്കുന്നു, അത് UDFന് ബാധകമാണ്, ലീഗിന് ബാധകമാണ് എന്ന നിലയ്ക്ക് പുറത്തു വരുന്നു. അതല്ല എങ്കിൽ UDF നേതാക്കൾ കൂടി അറിഞ്ഞെടുത്ത തീരുമാനമാണ്. PMCയുമായി മുന്നോട്ട് പോകാനുള്ള UDF തീരുമാനം അനൗൺസ് ചെയ്തതിന് ശേഷം സംസ്ഥാനത്തുണ്ടായ വലിയ വിമർശനങ്ങൾ അത് കണക്കിലെടുത്തപ്പോൾ, ലീഗിന്റെ അണികളിൽ നിന്നടക്കം വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, ഇന്നലെ വൈകുന്നേരം വരെയും ലീഗിന്റെ നേതാക്കൾ ആരും അതിനെ തിരുത്തി പറഞ്ഞില്ല, സമയമുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയോടെ അടുത്ത സമയത്താണ് അടൂർ പ്രകാശ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു UDFൽ ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നു. MSFന്റെ അടക്കം നേതാക്കൾ ഈ ഉപസമിതി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് എന്ന് പറയുന്നു. UDF കൺവീനർ അങ്ങനെ ഒരു കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സ്കൂളുകളടക്കം തീരുമാനിക്കുന്നത് ഉപസമിതിയുടെ റിപ്പോർട്ട് അടക്കം അനുസരിച്ചാണ് വേണ്ടതെന്ന്, മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വളരെ വ്യക്തമായി അതിലുള്ളത്. പണം വാങ്ങി എന്ന കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞു. റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ 91 കോടി രൂപ പാസ്സായി കിട്ടിയത്. അത് അല്ലെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ അവകാശമാണത്. ശരിയാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ കമ്പോണന്റ് ആണ്. സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട പണമാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര കിട്ടണം ഡോക്ടർ അരുൺകുമാർ? 1100 കോടി രൂപ കിട്ടണം. അത് കിട്ടില്ല, കാരണം സമഗ്ര ശിക്ഷ കേരള അടക്കമുള്ള കാര്യങ്ങൾ ഈ NEP-യുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ കോടതിയിൽ പോയി മറ്റു സംസ്ഥാനങ്ങൾ ഈ RT-യുമായി ബന്ധപ്പെട്ട പണം സ്വന്തമാക്കി എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു എന്നതുകൊണ്ട്
നമുക്ക് ആ പണം കിട്ടാൻ കോടതിയിലേക്ക് പോയാൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ആ 91 കോടി രൂപ ഇവിടെ അനുവദിച്ച് കിട്ടിയത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളിത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അത് UDFന്റെ തീരുമാനമാണോ? ലീഗ് അതിനോട് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചിട്ടുള്ളത്? കെ.എം. ഷാജിക്ക് ഇന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അതിൽ നിലപാട് വ്യക്തമാകുന്നില്ല കേട്ടോ. ആകെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് വളരെ വ്യക്തമായതിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. കെ.എം. ഷാജി പറഞ്ഞു ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം എപ്പോൾ പറഞ്ഞതാണ് കൃത്യം? അധികാരത്തിൽ വന്നിരുന്നപ്പോൾ പറഞ്ഞതാണോ കൃത്യം? ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണോ കൃത്യം? ഇന്ന് പറഞ്ഞതാണോ? അതോ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണോ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞ ആളുകൾക്ക് ഭരണപക്ഷത്തിരിക്കുമ്പോഴും പലതും പറയാം. ഇനിയിപ്പോൾ വലിയ വിമർശനം CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് നോക്കൂ, മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. NEP-ക്ക് എന്താ കുഴപ്പം എന്ന് NEP-യുടെ രേഖ എടുത്തു വെച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചതാരാ? ഇതേ വി ശിവൻകുട്ടിയാണ്. അപ്പൊ NEP-ക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് NEP-യോട് PM ശ്രീയോടുള്ള എതിർപ്പ്? എന്തിനാണ് PM ശ്രീയോടുള്ള എതിർപ്പ്? എന്തിനാണ് CPM മുൻപ് എതിർപ്പ് ഉന്നയിച്ചതും UDF പിന്നീട് എതിർപ്പ് ഉന്നയിച്ചതും? എന്തിന്റെ പേരിലാണ്? ഈ RSS വിദ്യാഭ്യാസ അജണ്ട NEP-യിലൂടെ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാണ്. PM ശ്രീ NEP-യുടെ പൈലറ്റ് പ്രൊജക്ട് ആണ്. NEP-ക്ക് എന്താ കുഴപ്പം എന്ന് ഈ ഒപ്പുവെച്ചതിന് ശേഷം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചുവെങ്കിൽ PM ശ്രീ നടപ്പിലാക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം ഇന്ന് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് UDF ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തിനാണ് ഇത് റദ്ദാക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ. സർക്കാരിന് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുമെന്ന് UDFന്റെ MP-മാർ കൊടുത്ത പാർലമെന്റിൽ കൊടുത്ത ചോദ്യത്തിന് മറുപടിയായി വ്യക്തമായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇനി ഉപസമിതി? അപ്പോൾ പിന്നെ നിങ്ങൾക്കിത് നിന്ന് പിന്നോട്ട് പോയിക്കൂടെ? നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമല്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്മാറാമെങ്കിൽ പിന്നെ പിന്മാറിയാൽ മതിയായിരുന്നു അല്ലേ? അന്ന് CPI-യുടെ വലിയ വിമർശനം ഉന്നയിച്ചപ്പോൾ പിന്മാറിയാൽ മതിയായിരുന്നു. അത് ഫ്രീസ് ചെയ്ത് വെക്കുക, കെപ്റ്റിൻ അബയൻസിൽ വെക്കുക എന്നൊരു കാര്യമില്ല. അയ്യോ, സംസ്ഥാനത്ത് കെപ്റ്റിൻ അബയൻസ് എന്ന് പറയുന്ന ഒരു നിലയ്ക്ക് വെക്കാൻ കഴിയുന്ന ഫയലൊന്നുമില്ല എന്ന സങ്കടത്തിന്റെ പേരിലല്ല അന്ന് പോയി ഒപ്പുവെച്ചത് എന്ന് തോന്നുന്നു. അത് പിന്നീട് വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെയും ഘടകകക്ഷി സമ്മർദ്ദത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അതിനും പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. പക്ഷേ അതിനുള്ള രാഷ്ട്രീയ വില അവർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. PM ശ്രീ വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു, പ്രചാരണ വിഷയമായിരുന്നു. വലിയ തോതിൽ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം, RSS അനുകൂലമായ നിലപാട് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലാണ് വലിയ തെരഞ്ഞെടുപ്പ് പരാജയം CPM-ന് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് അതിന്റെ രാഷ്ട്രീയമായ വില കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ നമുക്കറിയേണ്ടത് ഈ സർക്കാർ എന്തു ചെയ്യുന്നു എന്ന കാര്യം കൂടിയാണ് എന്നതുണ്ട്. രണ്ട് വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഡോക്ടർ അരുൺകുമാർ. ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ധർമ്മേന്ദ്ര പ്രധാനിൽ RSS-ഉം BJP-യും ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് രാജ്യത്തെ NEP നടപ്പിലാക്കുക എന്നതായിരുന്നു. അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നു. RSS-നോട് മറുപടി പറയാൻ ഇല്ല. അപ്പോൾ പിന്നെ ഒരാശ്വാസം എന്ന നിലയ്ക്ക് ആകെ മാറി നിന്ന 3 സംസ്ഥാനങ്ങളാണ്. പശ്ചിമ ബംഗാൾ അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പുവെക്കാത്ത തമിഴ്നാട് തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഒപ്പുവെച്ച കേരളം അത് ഫ്രീസ് ചെയ്ത് വെച്ചെങ്കിലും അവിടെ പറയാനൊരു മറുപടി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. കേരളവും അതുമായി മുന്നോട്ട് പോകാൻ പോകുന്നു എന്നൊരു മറുപടി കിട്ടുകയാണ്. അങ്ങനെ ഒരു ആശ്വാസം കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണോ ഇന്നലെ ഉപസമിതി റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുൻപ് ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള കേന്ദ്ര സമ്മർദ്ദവും പിന്നീട് എന്തെങ്കിലും ആശയവിനിമയങ്ങളും കരിക്കുലത്തിന്റെ പേരിൽ പോലും ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ തിടുക്കപ്പെട്ടെടുത്ത രാഷ്ട്രീയ തീരുമാനം എന്നതുകൂടി പറഞ്ഞാൽ നന്നാകും. ഓക്കെ, തന്ത്രങ്ങൾ പൊളിഞ്ഞോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തന്ത്രം പൊളിഞ്ഞോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കേരളത്തിൽ VD സതീശൻ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് സംശയം തോന്നുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ദാ നോക്കൂ, ഏറ്റവും ഒടുവിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ജന്തർ മന്ദറിലെ പ്രക്ഷോഭകാരികൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കുമ്പോൾ ഇവിടെ ക്രിമിനൽ കുറ്റകൃത്യം നടത്തിയവരുടെ ഒഴിച്ച് പിൻവലിക്കാനുള്ള തീരുമാനം വരുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എന്നത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ BJP ഭരിക്കുന്നതിന് കാരണക്കാരനായ കൗൺസിലർമാരിൽ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർക്ക് ഇന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടുമായിരുന്നിട്ടും ആ സുഗതനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആഭ്യന്തര സെക്രട്ടറി സർക്കുലർ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് കേരളത്തിൽ ഒരു BJP കോർപ്പറേഷൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകിയത് കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറിയാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ്. എന്തിന് അങ്ങനൊരു സർക്കുലർ നൽകി? ഇന്ന് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഈ സുഗതൻ്റെ ഒപ്പം പിന്തുണ പ്രഖ്യാപിച്ച നേതാവിൻ്റെ പേര് സുധീഷ് എന്നാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. രമേശ് ചെന്നിത്തല അതിർത്തി പ്രകടിപ്പിച്ചു. പക്ഷെ നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ BJP-യുടെ ഉദ്യോഗസ്ഥരായിട്ട് സ്വയം മാറിക്കഴിഞ്ഞോ എന്നുള്ളതാണ്. ഈ കോൺഫിഡൻസ് എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാവുന്നത്? VD സതീശൻ സർക്കാർ കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് എന്താണ്? PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എംബ്ലം പതിക്കണം എന്ന് പറയുമ്പോൾ എംബ്ലം പതിച്ചുകൊള്ളാം എന്ന് ഏറാൻ മൂളുന്നത് മുതൽ ഇവിടെ വന്ദേമാതരത്തിന് തിരിച്ചൊരു ഡിസന്റ് നോട്ടീസ് അയക്കാതിരിക്കുന്നതിലടക്കം സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നൊരു വാക്ക് ഈ
ധവള പത്രത്തിൽ എഴുതി പിടിപ്പിക്കാതിരിക്കുന്നതിൽ തുടങ്ങി കേന്ദ്ര സർക്കാരുമായി ഞങ്ങൾ ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞ് ജന്തർ മന്ദിറിൽ സമരം ചെയ്യാൻ പോയി നിമിഷ നേരം കൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്ന മുഖ്യമന്ത്രി അടക്കം അങ്ങനെ എണ്ണമിട്ടു പറഞ്ഞാൽ ഒരു ഡസനോളം സാഹചര്യങ്ങൾ എടുത്ത് കാണിക്കാൻ കഴിയും ഈ ചുരുങ്ങിയ 2.5 മാസത്തിനുള്ളിൽ വി.ഡി. സതീശൻ സർക്കാർ കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ ഒരു തരത്തിലുള്ള റഡാറിലും താൻ പെട്ടുപോകരുത് എന്ന ഒരു നിർബന്ധം വി.ഡി. സതീശൻ സർക്കാരിനുള്ളതുപോലെ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൽ യു.ഡി.എഫിൻ്റെ നയമായിരുന്നു PMC നടപ്പാക്കൂല എന്നുള്ളത്. അത് കേരളത്തിൽ LDF-നേക്കാൾ കൂടുതൽ ആവേശത്തിൽ പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് UDF. അതിൽ തന്നെ ആവേശത്തോടു കൂടി പറഞ്ഞ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടി, ഞാൻ മുസ്ലിം ലീഗിലെ ഒരു നേതാവിൻ്റെ വാചകം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഉദ്ധരിച്ചുകൊള്ളാം. ആ വാചകത്തിലുണ്ട് എല്ലാം. നോക്കൂ, ഇന്ന് ആ നേതാവിനെ കൂടി ഇരുട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ്. വാചകം എങ്ങനെയാണ്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ആ വാചകം എന്നത് ഞാൻ ആദ്യമേ പറയട്ടെ. 10,000 കോടി രൂപ തന്നാലും PMC എന്ന വർഗീയ വിഷം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരില്ലെന്ന് ബംഗാളിലെ വനിതാ മുഖ്യമന്ത്രിയായ മമതാജി പറഞ്ഞു. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ടൊരു മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം. ഞാൻ ആ വാചകത്തോട് യോജിക്കുന്നില്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പറഞ്ഞ നേതാവിൻ്റെ പേര് PM സലാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്ന് PM സലാം ആ വാചകത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു PM സലാം അങ്ങ് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ വാചകത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി മാറി, ഇപ്പോഴുള്ളത് വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി. ഈ ആരോപണം വി.ഡി. സതീശനെതിരെ ഉന്നയിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നോക്കൂ, ബംഗാളിൽ ഭരണം മാറി, പക്ഷെ നമുക്ക് തമിഴ്നാട്ടിലൊരു സർക്കാരുണ്ട്, അവിടെ വിജയ് ഭരണം നടത്തുന്നുണ്ട്. ഈ നിമിഷം വരെയും PMCയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല വിജയ്യുടെ സർക്കാർ. ഇപ്പോഴും അവിടെ PMC പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരിനെ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കാണാം. അപ്പോഴാണ് ഇവിടെ മുട്ടിലിഴഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. എന്നിട്ട് എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: നിർബന്ധിതമായി ഞങ്ങൾ പണം കൈപ്പറ്റി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് ഒരൊറ്റ വാചകത്തിൽ 2 നുണ പറയാൻ കഴിയുമോ? കേരളത്തിൽ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരേ ഒരാളിനെ ഞങ്ങൾ ഇന്ന് കണ്ടു. ആ മുഖ്യമന്ത്രിയുടെ വാചകം ഇങ്ങനെയായിരുന്നു: നിർബന്ധിതരായി ഞങ്ങൾ പണം കൈപ്പറ്റി, നിർബന്ധിതരായി പണം നമ്മൾ കൈപ്പറ്റി, സൈൻ ചെയ്തു പണം വാങ്ങിക്കഴിഞ്ഞു. ഇത് രണ്ടും പൊയ്യ്, 2 കള്ളം. ഒരൊറ്റ വാചകത്തിൽ, ഒരു കോമയുടെ അകലത്തിൽ 2 കള്ളം പറയുകയാണ്. നിർബന്ധിതരായി എന്നുള്ളത് നിർബന്ധിതമല്ല എന്ന് UDFിൻ്റെ തന്നെ MP രാജ്യസഭയിൽ കൊടുത്ത ചോദ്യത്തിലുള്ള മറുപടിയായി ജയൻ ചൗധരി ഇന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ? എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തിലുള്ള മറുപടിയാണ് ജയൻ ചൗധരി കൊടുത്തത്. ആ വാചകം PR സുനിൽ നേരത്തെ വായിച്ചു. ആ വാചകം ഇങ്ങനെയാണ്: Therefore the states that do not sign the MOU or withdraw from the scheme stand to miss out these benefits of PMC. എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യാം, നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സൈൻ ചെയ്യാതിരിക്കുകയോ സൈൻ ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. ഞാൻ പഞ്ചാബിൻ്റെ കഥ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നിർബന്ധിതരായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? നിർബന്ധിതരായി എന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? വസ്തുത അതല്ലല്ലോ. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു, അന്ന് നിർബന്ധിതമായിരുന്നില്ല, അന്ന് നിർബന്ധിതമായിരുന്നു, ഇന്ന് നിർബന്ധിതമല്ല എന്ന മാറ്റം കൊണ്ടുവന്നത് ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ പൊന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇന്നാണത് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അന്നും ആ ഉത്തരവിൽ മെമ്മോറാണ്ടത്തിൽ അങ്ങനെ തന്നെയുണ്ട്. സ്റ്റേറ്റിന് വിഡ്രോ ചെയ്യാം, പക്ഷേ അതിന് നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്ത പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതാണ് വാസ്തവം. അങ്ങനെ പഞ്ചാബ് ചെയ്തിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്, പക്ഷേ ചെയ്തില്ല. നോക്കൂ, ഇന്ന് UDF കൺവീനർ പറഞ്ഞ വാചകം എന്താ? പിന്മാറണം എന്ന് പറഞ്ഞിട്ട് ഈ LDF സർക്കാരിൻ്റെ തുടർച്ചയാണല്ലോ ഈ സർക്കാർ. അതുകൊണ്ട് LDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച കാര്യങ്ങൾ ഞങ്ങൾ തുടരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇന്ന് ചോദിക്കുമ്പോൾ അതേ UDF കൺവീനർ UDF യോഗത്തിന് ശേഷം പറഞ്ഞ അടൂർ പ്രകാശ് പറയുന്നു പിന്മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ UDF കൺവീനർ ഇന്ന് വന്നിട്ട് പറയുന്നു പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് നിലപാട് മാറ്റാൻ കഴിയുന്നത്? PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഉണ്ടായിരുന്ന UDF മീറ്റിങ്ങിലല്ലേ ഇന്നലെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിപ്പിക്കാൻ പോകുന്നത് എത്ര സ്കൂളുകളെ തെരഞ്ഞെടുക്കണം എന്നുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഈ മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അടൂർ പ്രകാശ് അല്ലേ? അത് ഈ ഉപസമിതി തീരുമാനിക്കുമെന്നല്ലേ പറഞ്ഞത്? അത്രയും ചർച്ച ചെയ്തില്ലെങ്കിൽ എങ്ങനെ ആ തീരുമാനത്തിലേക്ക് എത്തുക? അപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കരുതെന്ന് മാത്രമേ നമുക്ക് നേതാക്കളോട് പറയാനുള്ളൂ. ഇനി മുന്നോട്ട്
പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. തുടർച്ച എന്ന നിലയിൽ മുന്നോട്ട് പോകുമെന്ന് അടൂർ പ്രകാശ് പറയുന്നു. മൊത്തത്തിൽ ഇതൊരു യു ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന് ഒരു സംശയവും എനിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ഡസനോളം ഉദാഹരണങ്ങളുണ്ട്. 2.5 മാസം കൊണ്ട് യു ടേൺ അടിച്ച രാജ്യക്കാരുമടക്കം എത്രയോ നയങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോയത്. നയപരമായ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനാണ് നമ്മൾ യു ടേൺ എന്ന് പറയുന്നത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ യു ടേൺ ആണ്. കാരണം എന്തറിയോ, ഇതിനകത്ത് നിർബന്ധിതരായെങ്കിൽ പോലും ഞങ്ങൾ പിന്മാറും എന്ന് പറഞ്ഞ ആളാണ് കെ എം ഷാജി. ഒപ്പുവെച്ചാലും 10,000 കോടി രൂപ വാക്കിന് വ്യവസ്ഥ ഇല്ലാതിരിക്കാന്നാണ്. നോക്കൂ, അത് തന്നെയല്ലേ, ഒരു വാക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് യു ടേൺ എടുത്ത് വരികയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയാണ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുകയാണ്. നോക്കൂ, അത്തരം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ പണം കൈപ്പറ്റിയിട്ടുണ്ട് സാർ. ആ പണം കൈപ്പറ്റിയത് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള കമ്പോണന്റിൽ നിന്നുള്ള പണമാണ് കൈപ്പറ്റിയത്. 91 കോടി രൂപ. അത് PMCയുമായി ബന്ധപ്പെട്ടതല്ല. ഇന്നിപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു, ജയന്ത് ചൗധരി വാഹിദ് MP കൊടുത്തിരിക്കുന്ന മറുപടിയിൽ ഈ സംസ്ഥാനങ്ങളുടെ ഒക്കെ പേര് വിശദമായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 2 സംസ്ഥാനങ്ങളെ ഇല്ലാതുള്ളൂ, കേരളവും തമിഴ്നാടും. വെസ്റ്റ് ബംഗാളും ഈ 3 ഇല്ല. വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ ചേരുന്നു, ഇപ്പോൾ പൈസ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നാൽ പണം കൈപ്പറ്റിയ കോൺഗ്രസ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. രാജസ്ഥാൻ 2023-24 അന്ന് അശോക് ഗെഹ്ലോട്ട് സർക്കാർ 163 കോടി രൂപ, പിന്നീട് 98 കോടി, പിന്നീട് 24 കോടി, പിന്നീട് 480 കോടി. കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ 3 ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയ PMC പണത്തിന്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. കർണാടക 2 ഫിനാൻഷ്യൽ ഇയറിലായിട്ട് 353 കോടിയും 422 കോടിയും കൈപ്പറ്റി. തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം 3 ഫിനാൻഷ്യൽ ഇയറിലായിട്ട് 647, 422 കോടി, 538 കോടി. ഹിമാചൽ പ്രദേശ് 365 കോടി, 330 കോടി. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം PMCയിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായി കിട്ടിയ SSA അല്ല കേട്ടോ, PMCയിൽ ഒപ്പിട്ടതിന്റെ ഭാഗമായി കിട്ടിയ പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിൽ LDF സർക്കാർ ആദ്യം ഒപ്പിട്ടതിന് ശേഷം പിന്നീട് കെപ്റ്റിന്റെ മെയിൻസ് വെച്ചിരിക്കുന്ന ഒരു കരാർ ചൂണ്ടിക്കാട്ടി പറയുകയാണ്, പച്ചക്കള്ളം പറയുകയാണ്, ഇത് കേരളം ഒപ്പിട്ടു, നിർബന്ധിതരായിത്തീർന്നു, ഒപ്പിട്ട് നമ്മൾ പണം വാങ്ങി എന്നുള്ളത് പച്ചക്കള്ളം. ഒരൊറ്റ വാചകത്തിൽ 2 കള്ളം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാനുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് എത്ര പൈസയാണ് PMCയിൽ നിന്ന് കിട്ടുക? അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഈ സംസാരിക്കുന്ന നേതാക്കന്മാർക്കുണ്ടോ? ഞങ്ങളിത് വിശദമായിട്ട് പരിശോധിച്ചു. മൊത്തം സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി നമുക്ക് കിട്ടാനുള്ളത് ഇനി 1065 കോടി രൂപയാണ്. ബാക്കി പൈസ കുറച്ച് നമുക്ക് കിട്ടി. അതിൽ 2 കമ്പോണന്റുകളുണ്ട്. സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടും PMCയുടെ ഭാഗമായിട്ടും. സർവശിക്ഷാ അഭിയാനിൽ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കമ്പോണന്റ് ഉണ്ട്. അത് ആർക്കും തടയാൻ പറ്റൂല. അത് നമ്മുടെ രാജ്യത്തെ നിയമം നൽകിയിരിക്കുന്ന അവകാശമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട പണം, ആ പണമാണ് നമുക്ക് കിട്ടിയത്. SSAയുടെ ഭാഗമായി ഇതെല്ലാം ക്ലബ് ചെയ്യുക ചെയ്തത്, കൺവേർട്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട 91 കോടി നമുക്ക് കിട്ടി. ആ പണത്തെയാണ് PMCയുടെ പണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ന്യായം പറയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഇത് വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി പറയേണ്ടി വന്നില്ലേ? വിദ്യാഭ്യാസ മന്ത്രിക്ക് തിരുത്തി പറയേണ്ടി വന്നില്ലേ കേരളം പണം വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം? ഇതൊക്കെ എന്തിനാണ് ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകുന്നത് എന്തിനെന്നുള്ളതാണ്. ചുരുക്കത്തിൽ സംഭവിച്ചത് ഇത്രയാണ്. സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി, നമ്മുടെ ആർട്ടിക്കിൾ 282ന്റെ ഭാഗമായ സ്റ്റേറ്റ് സ്പോൺസർഡ് പ്രോഗ്രാം 2021 വരെ ഒരു കുഴപ്പമില്ലാതെ നടപ്പാക്കി. സ്റ്റേറ്റ് ഗവൺമെന്റാണ് തീരുമാനിക്കുക 60-40 എന്ന അനുപാതത്തിൽ. അതിനുശേഷം SSAയുടെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഹിതം കിട്ടുന്നു. എന്നാൽ 2022 2020 NEP നടപ്പാക്കുന്നതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായ ഈ പ്രൈം മിനിസ്റ്റർ ശ്രീ പ്രോഗ്രാം അത് SSAയുമായിട്ട് വിളക്കി ചേർക്കുന്നു. അങ്ങനെ വിളക്കി ചേർക്കുമ്പോൾ SSAയുടെ ഗ്രാന്റ് അനുവദിക്കണമെങ്കിൽ PMCയിൽ നിങ്ങൾ ഒപ്പുവെക്കണം എന്ന പ്രീ കണ്ടീഷൻ വരുന്നു. RTയുടെ കമ്പോണന്റ് അതിന് ബാധകമല്ലേ? അങ്ങനെയാണ് നമ്മുടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് മുടങ്ങിയത്. അങ്ങനെ മുടങ്ങിയ പണം കിട്ടാൻ വേണ്ടിയാണ് ക്യാബിനറ്റിൽ ആരോരും അറിയാതെ ഇടതുപക്ഷ സർക്കാർ പോയി ഒപ്പിട്ടത്. പിന്നീട് എല്ലാവരും പറഞ്ഞപ്പോൾ CP എതിർത്തപ്പോൾ ആ നിലപാട് തിരുത്തി അത് കെപ്റ്റിന്റെ ബെയിൻസ് വെച്ചത്. അന്ന് ആ നിലപാടിൽ ഒപ്പിട്ടതിന്റെ പേരിൽ തെരുവിലിറങ്ങി അടികൊണ്ട MSFലെ നേതാക്കൾക്ക്, അന്ന് തെരുവിലിറങ്ങി അടികൊണ്ട മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക്, അന്ന് അതിനോട് പ്രതികരിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതേതര മനസ്സുള്ള മനുഷ്യരോട് എങ്ങനെയാണ് ഇനി മുസ്ലിം ലീഗ് കാര്യങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത്? ഒരൊറ്റ കാര്യമേ ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുക്കാൻ പറ്റൂ. ഒരൊറ്റ തീരുമാനമേ എടുക്കാൻ പാടുള്ളൂ. എന്താണോ LDF സർക്കാരിൻ്റെ കാലത്തെടുത്ത തീരുമാനം ഏറ്റവും ഒടുവിൽ അതേ തീരുമാനത്തിൽ തുടരണം. ഇല്ലെങ്കിൽ നിങ്ങളെ ചരിത്രം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒറ്റുകാർ എന്ന് തന്നെ വിശേഷിപ്പിക്കും. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ അവകാശങ്ങൾ, അവരുടെ ഐഡന്റിറ്റി അത് ചോദ്യം ചെയ്തുകൊണ്ട് പുസ്തകത്താളുകളിൽ ഒരു കരിക്കുലവും വരാൻ പാടില്ല എന്നതറിയണമെങ്കിൽ NEPയുടെ പൈലറ്റ് പ്രോജക്റ്റ് നമ്മുടെ നാട് നടപ്പാക്കൂല എന്നതൊരു പൊളിറ്റിക്കൽ ഡിസിഷനായി ലീഗ് എടുക്കണം. ആ ലീഗ് ഉറച്ചു പറയണം, ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും കൊടുങ്കാറ്റടിച്ചാലും ഈ പദ്ധതിക്ക് ഞങ്ങൾ ഒപ്പം നിൽക്കില്ല. അതാണ് PM പറഞ്ഞത്. 10,000 കോടി രൂപ വേണ്ടെന്ന് വെച്ചാലും
ഞങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പിടില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം, പൊളിറ്റിക്കലായിട്ടുള്ള ആർജവം കാണിക്കണം മുസ്ലിം ലീഗ് എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ പറ്റിച്ചൊരു കൂട്ടര് നിങ്ങളെ ഒറ്റുകാരാക്കി മാറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയോ മതേതര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയോ മുഖത്ത് നേരെ നോക്കാൻ കഴിയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞോ എന്നാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇനി താങ്കളെ ആരെങ്കിലും നിലപാടിൻ്റെ രാജകുമാരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അവരെ വിളിച്ചിട്ട് പറയണം, എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ല എന്നുള്ളത് പറയണം. കാരണം എനിക്ക് വായിൽ തോന്നുന്ന സമയത്ത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം എന്നുള്ളത് താങ്കൾക്ക് വേണ്ടി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നവരോടൊക്കെ പറയണം. അല്ലെങ്കിൽ അവർ വലിയ ബുദ്ധിമുട്ടിലാവും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിങ്ങനെ എന്താണ് PM ശ്രീനെ കുറിച്ചിട്ട് VD സതീശൻ പറഞ്ഞത്, വെറുതെ ഗൂഗിൾ VD സതീശൻ PM ശ്രീ എന്ന് മാത്രം ടൈപ്പ് ചെയ്തപ്പോൾ ഒരു വാർത്ത കിട്ടി. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം. കോൺഗ്രസ് അതിശക്തമായി ഈ PM ശ്രീ പദ്ധതിയുടെ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തിയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ ഇതിന് മറുപടി VD സതീശൻ പറയുക? 9 മാസം മുൻപുള്ള ബൈറ്റാണിത്. പത്രക്കാരെ കണ്ട് പറഞ്ഞ കാര്യമാണ്. ഇതിനുവേണ്ടി മാത്രം പത്രസമ്മേളനം വിളിച്ചിട്ട് RSS CPM ബാന്ധവത്തിൻ്റെ ഇപ്പോഴത്തെ ഇടനിലക്കാരൻ PM ശ്രീയാണ് എന്ന് പറയുകയാണ്. പണ്ട് ഉണ്ടായിരുന്നത് ശ്രീ M ആയിരുന്നു, ഇപ്പോൾ PM ശ്രീയാണ് എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് മാത്രമാണോ NEP നടപ്പിലാക്കുന്നത്? RSSൻ്റെ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ്. അതിനെതിരെ ഒരു ഡിസൻ നോട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ലേശ ഉടുപ്പ് കുറച്ച് മുഖ്യമന്ത്രിയായിട്ടെങ്കിലും വേണ്ടേ? ഒരു കോപ്പും ഇല്ലാന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, പക്ഷെ എന്തായാലും പറയാം. ഈ ഒരു കാര്യം പറയാം. എന്താണെന്നറിയോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ പൊട്ടന്മാരാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എന്താണ് ഈ ഉപസമിതി എന്ന് പറയുന്നത്? നിലപാടിൽ നിന്നും പിന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പാലമായിട്ട് ഈ പറഞ്ഞ ഉപസമിതിനെ ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ ഈ പറയുന്ന PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കും എന്ന് പറയാൻ അതിൻ്റെ ഒരു പാലമായിട്ട് ഈ പറയുന്ന ഉപസമിതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചു നോക്കി, PM ശ്രീ നടപ്പിലാക്കുമോ? ഞങ്ങൾ ഉപസമിതി തീരുമാനം എടുക്കും. നിങ്ങൾ KM ഷാജിനോട് അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ KM ഷാജിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ PM ശ്രീ നടപ്പിലാക്കുമോ? ഞങ്ങൾ ഉപസമിതി ചേർന്ന് തീരുമാനിക്കും. നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്തെങ്ങനെയാണ് ശ്രീ നടപ്പിലാക്കുമോ? ഞങ്ങൾ ഉപസമിതി ചേർന്ന് നടപ്പിലാക്കും. ഇതെല്ലാം ഈ നിലപാടിൻ്റെ രാജകുമാരനായ മുഖ്യമന്ത്രി VD സതീശനോട് ചോദിച്ചു നോക്കൂ. അതിനല്ലേ ഞങ്ങൾ PM ശ്രീക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഉപസമിതിനെ വെച്ചിരിക്കുന്നത്. അവർ പറയുന്ന പോലെ തീരുമാനം എടുക്കും. ഇതായിരുന്നു ഇത്രയും നാളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ RSS കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറുന്നതിന് നിങ്ങൾ ഉപസമിതിനെ വെച്ച് ചർച്ച ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. ആദ്യം പറഞ്ഞത് RSS വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറുകയാണ്, അതിൻ്റെ പാലമായിട്ട് PM ശ്രീനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ RSS കടന്നു കയറുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു PM ശ്രീ വേണോ? ഒരു ഉപസമിതി വേണോ? അതിനാണോ ഉപസമിതിനെ വെച്ചിരിക്കുന്നത്? അപ്പം ഈ ഉപസമിതിനെ വെക്കുന്നത് RSSനെ തടയാൻ വേണ്ടിയിട്ടാണോ? ഈ RSSൻ്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉപസമിതിനെ വെച്ചിട്ടാണോ RSSനെ തടയിടേണ്ടത്? അങ്ങനെയാണോ തടയിടേണ്ടത്? ഇവരുടെ നിലപാട് അതാണോ? കോൺഗ്രസിൻ്റെ നിലപാട് അതാണോ? അങ്ങനെ നിലപാട് ഉപസമിതിനെ വെച്ചാണോ തീരുമാനിക്കേണ്ടത്? കേരളത്തിൽ ആർജവത്തോടു കൂടി ഉണ്ടായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ പേര് ലീഗ് എന്നാണ്. എല്ലാ കാര്യത്തിലും നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെയൊക്കെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ശക്തമായി അത് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന പാർട്ടിയാണ്. അവർ ഈ കാര്യങ്ങളൊന്നും അറിയിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് ഇന്നലെ UDF യോഗം ചേർന്നു. UDF യോഗത്തിൽ ഈ PM ശ്രീ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുകൊണ്ട് പ്രധാന ഘടകകക്ഷിയായി ഈ ലീഗ് പറയുകയാണ്. അത് ചർച്ചയ്ക്കേ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. ആരാ പറയുന്നത്? കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിൻ്റെ വാക്കിനൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾക്കറിയാവുന്നൊരു കള്ളം മുന്നിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.
പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ വാക്കിനെ ആവശ്യദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്, UDF-ൽ ചർച്ച നടത്തിയിട്ടില്ല. എന്താണ് UDF കൺവീനർ എന്ന് പറയുന്നത്? കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ PM ശ്രീ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് UDF-ൻ്റെ തീരുമാനം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ച PM ശ്രീ നടപ്പിലാക്കാനാണ് UDF-ൻ്റെ തീരുമാനം എന്ന് UDF യോഗം കഴിഞ്ഞിട്ട് അടൂർ പ്രകാശ് വന്ന് പറയുന്നു, കൺവീനർ വന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇവർ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ PM ശ്രീ എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ? കേന്ദ്രം പറയുകയാണ് ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് പിൻവാങ്ങുന്നതിന് പ്രശ്നമില്ല. ആകെയുള്ള എന്താണ്, PM ശ്രീക്ക് കിട്ടേണ്ട വരുമാനം കേന്ദ്ര സർക്കാർ തരില്ല എന്നുള്ളതല്ല പറയുക. അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ എന്താണ് പറയുന്നത്, അപ്പോൾ ഇവരങ്ങോട്ട് പറയുകയാണ് ഞങ്ങൾ നടപ്പിലാക്കാം സാർ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് പോവുകയാണ്. കാരണം നിങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കണം എന്നുള്ള നിലയിലേക്കാണ് കേരളം വരുന്നത്. അങ്ങനെയാണോ ഇത്രയും നാൾ ഇവർ പറഞ്ഞിരുന്നത്? പിന്നെ എന്ത് നിലപാടിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്? അപ്പോൾ ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ 75,000 രൂപ കിട്ടി വീട് വെക്കുന്ന സമയത്ത്, വീടിൻ്റെ പിന്നെ മുൻപിൽ പേര് വെക്കുന്ന സമയത്ത് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് എന്ന് പറയുന്ന പേര്, പൈസ കിട്ടിയ പേര് വെക്കാം എന്നുള്ള നിലപാടിലേക്ക് വരെ ആൾക്കാർ മാറുകയാണ്. കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു സംവിധാനമാണ് വീട്. അതിൻ്റെ വീടിൽ 75,000 കിട്ടി ആ ബോർഡ് ഫ്രണ്ടിൽ തലയിൽ നെറ്റിയിൽ പേര് പൊട്ടിച്ച് നടക്കുന്ന പോലെ നടക്കണം എന്നുള്ള രീതിയിൽ അതിനെ വരെ ഇവർ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇതിനൊറ്റ കാര്യമുള്ളൂ മാധു, ഒറ്റ കാര്യമുള്ളൂ. എന്താണ് കാര്യം എന്ന് പറയുന്നത്? BJPയെ സൂചിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. അവരോട് ശക്തമായി നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സൂചിപ്പിച്ച് പോകും. അങ്ങനെ സൂചിപ്പിച്ച് പോയ സ്ഥലങ്ങളിലൊന്നും ഇന്ന് കോൺഗ്രസ് ഇല്ല. അന്ന് അങ്ങനെ സൂചിപ്പിച്ച് കേന്ദ്രത്തിനോട് ഒരു ശല്യമില്ല, ഒരു അടിയില്ലാതെ മുന്നോട്ട് പോയ സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസ് ഇല്ല. പരാജയപ്പെട്ട് അടിഞ്ഞൊരു മൂലക്കായില്ലേ, ആ സ്ഥലങ്ങളിലാണ് എവിടെയാണോ ശക്തമായ പ്രതിരോധം തീർത്തത് അവിടെയെല്ലാം കോൺഗ്രസ് ഉണ്ട് താനും, അവിടെയെല്ലാം കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബോധ്യം കോൺഗ്രസിലെ ഘടകകക്ഷികൾക്കോ കോൺഗ്രസിനോ ഇല്ലേ? പ്രത്യേകിച്ച് ലീഗിനില്ലേ? ഞാൻ പറയുന്നത് ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമുണ്ട്. എന്താണ്? സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന, മതേതര രാഷ്ട്രീയത്തിനെതിരെ അനുകൂലമായി ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു മതേതര പാർട്ടിനെയാണ് ലീഗിനെ കണ്ടിട്ടുള്ളത് ഇത്രയും നാളും. ആരെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലീഗ് ഒരു മതേതര പാർട്ടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. പല കാര്യങ്ങളിലും ഈ ബാബർജി മസ്ജിദ് പൊളിച്ച കാലം തുടങ്ങി ഇന്നോട്ട് നോക്കിയാൽ പല കാര്യങ്ങളിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്കാണ്. ഇവരാരുടെ മുന്നിലാണ് ഈ അടിയുറ വെക്കുന്നത്? കോൺഗ്രസിൻ്റെ മുന്നിലോ? ഇത് ലീഗ് ഇത് പോയി അടിയുറ വെക്കുന്നത് BJPയുടെ മുന്നിലല്ല കേട്ടോ, കോൺഗ്രസിൻ്റെ മുന്നിൽ. കോൺഗ്രസ് BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ലീഗ്. ഇത് ലീഗിന് മനസ്സിലാക്കാഞ്ഞിട്ടാണോ? മനസ്സിലാക്കാഞ്ഞിട്ടല്ല. ഞാൻ പറയുന്നത് ഷംസുദ്ദീൻ മന്ദിനെ കുറിച്ച് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് പോലും നിലപാട് സ്വീകരിക്കുക. അതെന്തുകൊണ്ടാണ് ലീഗിന് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത്? കോൺഗ്രസ് ലീഗിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ലീഗിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. കോൺഗ്രസ് ലീഗിൻ്റെ കൂടെ ശക്തമായി നിൽക്കുമെന്ന് ലീഗിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തേനെ, ലീഗിൻ്റെ നിലപാട് പറഞ്ഞേനെ. ഇവിടെ VD സതീശൻ സർക്കാരിൻ്റെ കാലത്ത് ലീഗ് എടുക്കുന്ന നിലപാടിൻ്റെ ഒപ്പം ചിലപ്പോൾ കോൺഗ്രസ് നിന്നില്ല എന്ന് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലീഗ് നിലപാട്. കേന്ദ്രം പറയുന്ന കാര്യം കേരളം കേൾക്കുന്നില്ല കേട്ടോ. നേരത്തെ PR സുനിൽ പറഞ്ഞല്ലോ, PM ശ്രീയെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്ന് മാത്രം നോക്കിയാൽ ഈ PM ശ്രീയായിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി ഒരു കാര്യം കേരളത്തിൽ ഉറപ്പായിട്ടോ, ഉറപ്പായിട്ട് ഞാൻ പറയാം, കേരളത്തിൽ PM ശ്രീയുമായി ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ദിവസം ഇവരെല്ലാം പൂട്ടിക്കെട്ടി മടക്കി. നിങ്ങൾ നോക്കിക്കോ, അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം പറയേണ്ടി വരും. അപ്പോൾ അതെന്താണ് സംഭവം? അതിനർത്ഥം എന്താണ്? ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് മതേതര മനസ്സാണ്. കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് BJP അനുകൂല മനസ്സാണ് എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാർ മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്. അറിയോ? 3 MLA വെച്ച് കേരളത്തിൽ BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുള്ളത്. കോൺഗ്രസ്സുകാർ ഉള്ളിൽ പറയുകയാണ് 3 MLA വെച്ചിട്ട് കേരളത്തിൽ BJP ഭരണം നടത്തിക്കൊണ്ട് പോവുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഡൽഹിക്ക് പോകണ്ട BJPൻ്റെ ഭരണം കാണാൻ വേണ്ടിയിട്ട്.
കേരളത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരെ സംവിധാനങ്ങൾ പോകുന്ന സമയത്ത് ഇതൊന്നും അറിഞ്ഞിട്ടും കേട്ടിട്ടും മിണ്ടാതെ ലീഗ് ഇരുന്നാൽ ലീഗിൻ്റെ വിലയും ലീഗ് ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളും ലീഗ് ഇത്രയും നാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധവും ഈ പറയുന്ന വിദ്യാഭ്യാസം, കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും വൃത്തിയായി വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ലീഗാണ്. എല്ലാ കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ സമയത്ത് ലീഗിൻ്റെയാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത് എല്ലാ കാലത്തും. പക്ഷേ ഇവിടെ ഒരു കരുതൽ വീഴും. ഈ കരുതൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ ലീഗ് ഏത് സംവിധാനം ഇട്ട് തെളിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കാൻ പറ്റാത്ത ഒരു വലിയ കറ ലീഗിൻ്റെ പാർട്ടിയുടെ നെടുകെ വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു സംശയം വേണ്ട. അത് മനസ്സിലാക്കി ലീഗ് മുന്നോട്ട് പോയാൽ ലീഗിനും കൊള്ളാം, ഇത് മനസ്സിലാക്കി കോൺഗ്രസ് മുന്നോട്ട് പോയാൽ കോൺഗ്രസിനും കൊള്ളാം. അല്ലെങ്കിൽ നിലപാടില്ലാത്ത പാർട്ടിയായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ കോൺഗ്രസ് ലീഗും അറിയപ്പെടും, ഒരു ഡൗട്ടും വേണ്ട. തന്ത്രങ്ങൾ പൊളിഞ്ഞു എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.